ദയവായി വീണ്ടും പറയുക, ദയവായി നിങ്ങളത് വിട്ടുതരാൻ തയ്യാറാവുക. അല്ലെങ്കിൽ ഇതിന്റെ ദുരന്തം അനുഭവിക്കാൻ പടച്ചവന്റെ വിധിയാണ്, അള്ളാഹു ആദമെന്ന് പറഞ്ഞ് നമുക്ക് തിരിയുക എന്നല്ലാതെ മറ്റൊരു മാർഗമില്ല. ഏത് രീതിയിലും നിലമ്പൂരിലെ വികസനം സാധ്യമാകുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് പാർട്ടി ഈ പൗരസമിതിയുടെ കൂടെ ഉറച്ചുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങൾ മാത്രം ഇവിടെ ഒരു കൊണ്ടമ്പല്ലായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് നിലമ്പൂരിന് വലിയ ശാപമാണത്. ഓരോ ദിവസം പോകുന്നിടത്തോളം ഓരോ മണിക്കൂറുകളും വൈകുന്നത് അതിന് ഉത്തരവാദി നിങ്ങളായിരിക്കും എന്ന് ചരിത്രത്തിൽ എഴുതപ്പെടും. ഡിസൈൻസെ ബഹിഷ്കരിക്കുക, ഡിസൈൻസെ ബഹിഷ്കരിക്കുക, പ്രതിഷേധം 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 പ്രതിഷേധം. ഈ ഡിസൈൻ ടെക്സ്റ്റൈൽസിന് സ്ഥലം വിടാവുന്നതാണ്. അതിനുള്ള പല ഫോർമുലകളും അവരുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിച്ചു. പക്ഷേ എന്നെ തല്ലണ്ടമ്മാവ, ഞാൻ നന്നാവത്തില്ല, എന്റെ ഒരു ഇഞ്ച് ഭൂമി ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഇന്ന് രാവിലെ പോലും ഞാൻ ഈ ഡിസൈൻസിന്റെ മാനേജ്മെന്റിൽ ഒരാള് വിളിച്ച് സംസാരിച്ചു. സഹോദര, താങ്കൾ പാണ്ടിക്കാട് നിന്ന് ഇങ്ങോട്ട് വരുന്നത് നാട്ടുകാരും അവരുടെ അപ്പൂപ്പന്മാരും വിട്ട സ്ഥലത്തിലൂടെയല്ലേ? താങ്കളുടെ സ്ഥാപനത്തിലേക്ക് കസ്റ്റമേഴ്സ് വരുന്നത് നാട്ടുകാർ വിട്ട സ്ഥലത്തിലൂടെയല്ലേ? അപ്പൊ കുറച്ച് സ്ഥലം നിങ്ങൾക്കും വിട്ടുകൊടുത്തുകൂടെ? അപ്പൊ ഇവരെല്ലാം നോക്കുന്നത് സ്വന്തം കാര്യം ചിന്താപാട് എന്നാണ്. ഈ പറയുന്ന പാവപ്പെട്ട 1 സെന്റുള്ള 1 സെന്റുള്ള ഒരൊറ്റ കടമുറിയുള്ള ആളുകൾ വരെ ഈ വികസനത്തോട് ആ പ്രാമുഖ്യം പ്രാപിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം നിലമ്പൂരിലുള്ള അരമുറിയുള്ള ആളുകൾ വരെ ഈ വികസനത്തിന് വേണ്ടി MLA കൂടെ നിന്ന്, ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയുടെ കൂടെ നിന്ന് അത് വിജയിപ്പിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ ധാരാളം കടയുടമകൾ, ധാരാളം ഹൗസ് ഓണർമാർ നമുക്കുണ്ട്. അവരൊക്കെ ഇത് ചെയ്ത്, അവരൊക്കെ ഒരു മോശക്കാരും നമ്മൾ മാത്രം ഒരു നല്ല ആളുകൾ എന്നുള്ള രീതിയിൽ ഒരു കടയുടമ മാത്രം അത്തരം കാര്യം ചെയ്യുമ്പോൾ അത് ഈ ജനങ്ങളോടുള്ള, നിലമ്പൂരിലെ ജനങ്ങളോടുള്ള വെല്ലുവിളി അല്ലാതെ എന്താ ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇന്നലെ കാണിച്ചത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതപ്പെടുത്തുകയാണ്. അവർ ഈ കാര്യം നേരത്തെ എല്ലാ കച്ചവടക്കാരുമായി സംസാരിച്ചപ്പോഴും എല്ലാം സമ്മതിച്ച 1-2 ആളുകളെ ഒഴിച്ചു ബാക്കി എല്ലാവരും ഇപ്പോൾ അതിൽ നിന്ന് പിന്മാറിയത് തെറ്റായി പോയി എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പൗരസമിതിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പൗരപ്രാസംഗം സൂചിച്ചതുപോലെ രാഷ്ട്രീയമോ മതമോ ഒന്നുമില്ലാതെ നിലമ്പൂർ എന്ന വികാരത്തിന്റെ മുകളിൽ നമ്മുടെ വികസനം സാധ്യമാകണം, അതിനുവേണ്ടി അവർ തയ്യാറമാകണമെന്നും, അല്ലെങ്കിൽ സമരം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് സൂചനയാണ് ഈ സമരം ആളിക്കത്തും. ഏത് രീതിയിലും നിലമ്പൂരിലെ വികസനം സാധ്യമാകുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് പാർട്ടി ഈ പൗരസമിതിയുടെ കൂടെ ഉറച്ചുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട്, ഡിസൈൻസും തമ്മിലുള്ള സഹകരണം തുടർന്നുമുണ്ടാകും. അതല്ല, എത്ര കാലം നിങ്ങൾ ധിക്കാരവുമായി മുന്നോട്ട് പോകുന്നു അത്രയും കാലം നിലമ്പൂരിലെ ജനങ്ങൾ ഈ സ്ഥാപനത്തിന്റെ മുന്നിലുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ആ നിലയിൽ നല്ല നിലപാട് സ്വീകരിക്കാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തയ്യാറാകണം. 1 സെന്റ് 2 സെന്റും ഭൂമിയുള്ള കെട്ടിടം അതുകൊണ്ട് മാത്രം ജീവിതം ഏൽപ്പിക്കുന്ന ആൾക്കാർ വരെ, കെട്ടിട ഉടമകൾ വരെ പൊടിച്ചു നീക്കി നഷ്ടം സഹിച്ചുകൊണ്ട് ഈ ടൗൺ വികസനവുമായി സഹകരിച്ചപ്പോ ഇവിടെ ഇതാ തൊട്ടടുത്ത് അമ്പലങ്ങള്, പള്ളികള്, ഇവരെ കെട്ടിടങ്ങൾ വരെ ഒരു മറ്റു സംസ്ഥാനങ്ങളൊന്നുമില്ലാതെ സ്വയം വിട്ടു നൽകി ഈ പരിപാടി, ഈ വികസനത്തോട് സഹകരിച്ചു. എല്ലാ വളഞ്ഞ വഴി നോക്കിയാൽ അതിനപ്പുറത്തുള്ള വഴി ജനങ്ങൾ നോക്കും. ഒരു തർക്കവും നിങ്ങൾ കരുതണ്ട. ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട് വിട്ടുവീഴ്ച ചെയ്യാൻ, ഈ ജനങ്ങളോടൊപ്പം നിൽക്കാൻ. നിങ്ങളുടെ മുഴുവൻ ഷോപ്പുകളുടെ മുന്നിലും മഞ്ചേരിക്കാടും പാണ്ടിക്കാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ എന്താണ് നിങ്ങളുടെ സ്വഭാവം എന്നുള്ളത്. മനസ്സിലായോ? ഇതേ ബോർഡുകൾ അവിടെയൊക്കെ ഇടും. അവിടെയൊക്കെ ബന്ധപ്പെട്ടവരുമായി സംസാരിച്ചിട്ട് തന്നെയാ. കാരണം ഇന്നലെ ഇത് തീരുമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ രാത്രി 2 മണിക്കാണ് കിടക്കുന്നത്. ഇന്ന് രാവിലെ 6 മണിക്ക് തുടങ്ങിയ പണിയാ. ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ സ്ഥലങ്ങൾ വിട്ട് തന്നെ ഈ മനുഷ്യരെ മുഴുവൻ വ്യക്തികളാക്കുകയാണ് നിങ്ങൾ. അപ്പുറത്ത് നിൽക്കുന്ന ഓട്ടോ തൊഴിലാളികൾ അവിടെ നിൽക്കണം. ഈ കണ്ടു കാണപ്പെട്ടവർ 1 സെന്റുള്ളവൻ, 1/4 സെന്റ് എന്നവൻ, എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇവരൊക്കെ വിഡ്ഢികളോ? ഈ ജനകീയ സമിതിയെയും ഇവർ ജനപ്രതിനിധിയെയും മുനിസിപ്പാലിറ്റിയെയും വിശ്വസിച്ചാ ഈ സംഗതി മുഴുവൻ ആളുകൾ വിട്ടുവന്നത്. ഇവർ മുഴുവൻ വിഡ്ഢികളാക്കാൻ പറ്റുമോ? എനിക്ക് മുഴുവൻ വെട്ടി പോകാൻ പറ്റുമോ? എനിക്ക് പോകാൻ കഴിയില്ല. ഞാൻ വ്യക്തിപരമായി വാക്ക് കൊടുത്ത ആളുകളാ ഈ കടകൾ മുഴുവൻ കൊടുത്തത്. അവർ വിഡ്ഢികളാക്കാൻ എനിക്ക് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ എക്സ്ട്രീം എൻഡ് വരെ
നാളെ നിങ്ങൾ ഇത് തുറണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് പൂട്ടിപ്പോണ്ടി വരും. ആ രണ്ടിലൊരു തീരുമാനം അത് നിങ്ങളുടേതാണ്. ഈ ജനങ്ങളെ ഇനി അധികം വെറുപ്പിക്കാതെ, അധികം പ്രയാസമുണ്ടാക്കാതെ ഒരു നല്ല തീരുമാനം നിങ്ങൾ എടുക്കണമെന്ന് വളരെ സ്നേഹപൂർവ്വം വിനീതമായി വീണ്ടും അപേക്ഷിച്ചുകൊണ്ട് ഈ യോഗം, ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുകയാണ്. അവർ ചർച്ചയ്ക്ക്, ഡിസൈൻ ഫാമിലി ചർച്ചയ്ക്ക് വന്നു. നിലമ്പൂർ CIയുമായി സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ MLA നിലക്ക് ഞങ്ങൾക്ക് കൂടി സംസാരിച്ച് അവർക്കിതൊരു കുടുംബ സ്വത്ത് എന്ന നിലക്ക് ഇന്ന് രാത്രിത്തെ ഒരു സമയം അവർക്ക് കൊടുക്കണം. നാളെ രാവിലെ 11 മണിക്ക് ഇരുന്ന് ഇപ്പോൾ നമ്മളെടുത്ത ഈ ജനകീയ തീരുമാനത്തിനോടൊപ്പം ഒരു നിൽക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം ഈ നാളെ ഉച്ചവരെയുള്ള സംഗതികളെ നമ്മൾ നിർത്തി.